വിരാട് കോഹ്ലിയുടെ വിജയങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പരാജയങ്ങൾ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും. മുൻ താരവും ക്രിക്കറ്റ് നിരീക്ഷകനുമായ സഞ്ജയ് മഞ്ജരേക്കർ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത്. 2020 ലോകകപ്പ് സൂപ്പർ 8ലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധാകേന്ദ്രമാകുന്നത് കോഹ്ലിയുടെ ഫോം തന്നെയാണ്. 3 കളികളിൽ നിന്ന് 5 റൺസ് മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം. കോഹ്ലിയുടെ ഫോമിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ന്യൂയോർക്കിലെ നാസോ കൗണ്ടി കോഹ്ലിയെ സംബന്ധിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമായിരിക്കാം. മൈതാനത്ത് കോഹ്ലിയുടെ ദൈർഘ്യമേറിയ ഇന്നിംഗ്സിന്റെ ആയുസ് പോലും 5 പന്തുകൾ മാത്രമാണ്. അനാവശ്യ ഷോട്ടുകൾക്ക് മുതിർന്നതും ബൗളർമാരുടെ മികവും കോഹ്ലിക്ക് വില്ലനായിട്ടുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് ഫ്ലോറിഡയിലേക്കാണ് ഇനി ഇന്ത്യയുടെ യാത്ര. കാനഡയെ നേരിടുന്ന ഫ്ലോറിഡയിലെ സെൻട്രൽ ബ്രോവാർഡ് റീജിയണൽ പാർക്ക് സ്റ്റേഡിയത്തിലും കോഹ്ലിക്ക് ഓർമ്മിക്കാനുള്ള ചരിത്രമൊന്നുമില്ല. 4 കളികളിൽ നിന്ന് ഇവിടെ നേടിയത് 63 റൺസാണ്. ടൂർണമെന്റിലെ 3 ഇന്നിംഗ്സുകളുടെ വീഴ്ച കൊണ്ട് അളക്കേണ്ടതല്ല കോഹ്ലിയുടെ 2020 ലോകകപ്പിലെ ആധിപത്യം. 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ്, അർദ്ധ സെഞ്ചുറി, മികച്ച ശരാശരി എന്നിവയൊക്കെ താരത്തിന്റെ മികവിനെ അടിവരയിടുന്ന കണക്കുകളാണ്. ഇതൊക്കെ മാറ്റി നിർത്താം. ഇന്ത്യ തോൽവി മുന്നിൽ കണ്ട പല കളികളും ഒറ്റയ്ക്ക് നിന്ന് എതിരാളികളിൽ നിന്ന് വിജയം തട്ടിയെടുത്ത ചരിത്രമുണ്ട് കോഹ്ലിക്ക്. 2014 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സെമി ഫൈനലിൽ 44 പന്തിൽ നേടിയ 72 റൺസ്, ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ 58 പന്തിൽ നേടിയ 77 റൺസ്. കിരീടം കയ്യിൽ ഒതുക്കാൻ മാത്രം സ്കോർ അന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും ആ ലോകകപ്പ് ഓർമ്മിക്കപ്പെട്ടത് കോഹ്ലിയുടെ പേരിലായിരുന്നു. 319 റൺസുമായി അന്ന് ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായതും കോഹ്ലി തന്നെ. 2016 പാകിസ്ഥാനെതിരായ ലോ സ്കോറിംഗ് ത്രില്ലറിൽ രോഹിത് ശർമ്മയും ശിഖർ ധവാനും ഉൾപ്പെട്ട മുൻനിര തകർന്നപ്പോൾ കോഹ്ലിയുടെ ബാറ്റുകളായിരുന്നു ഇന്ത്യക്ക് ജയം സമ്മാനിച്ചത്. പിന്നീട് ഓസ്ട്രേലിയക്കെതിരായ ജീവൻ മരണ പോരാട്ടത്തിലും മുൻനിരയുടെ അലസത ആവർത്തിച്ചപ്പോഴും കോഹ്ലി പ്രതീക്ഷ കാത്തു. അവസാന 3 ഓവറിൽ 39 റൺസായിരുന്നു അന്ന് ഇന്ത്യക്ക് ആവശ്യമായിരുന്നത്. 11 പന്തുകളിൽ നിന്ന് കോഹ്ലി ഒറ്റയ്ക്ക് നേടിയത് 32 റൺസ്. ഒപ്പം ധോണിയും ചേർന്നതോടെ ഇന്ത്യക്ക് ജയം. 2022 മെൽബൺ ആയിരുന്നു കോഹ്ലിയുടെ ഏറ്റവും മികച്ച 2020 ഇന്നിംഗ്സിന് സാക്ഷ്യം വഹിച്ചത്. 1 ലക്ഷത്തോളം വരുന്ന കാണികൾക്ക് മുന്നിൽ പാകിസ്ഥാനെതിരെ പിറന്ന കോഹ്ലിയുടെ മാസ്റ്റർ ക്ലാസ്. 160 റൺസ് വിജയലക്ഷ്യം പിന്തുടരവെ അവസാന 3 ഓവറിൽ 48 റൺസായിരുന്നു ഇന്ത്യക്ക് ആവശ്യം. ഇന്ത്യ തോൽവി മുന്നിൽ കണ്ട നിമിഷം പിന്നാലെ കോഹ്ലി എന്ന ചേസ് മാസ്റ്റർ അവതരിച്ചു. ഹാരിസ് റൌഫിന്റെ തലയ്ക്ക് മുകളിലൂടെ പിറന്ന സിക്സർ, ഫൈൻ ലെഗിന് മുകളിലൂടെയുള്ള ഫ്ലിക്ക്, സറിയൽ മൂമെന്റ്സ്. ഇങ്ങനെ കണക്കുകൂട്ടലുകൾ പലകുറി തെറ്റിച്ച കോഹ്ലിയെ മാറ്റി നിർത്തിയുള്ള ഒരു 2020 ലോകകപ്പ് ചരിത്രം ഇന്ത്യക്ക് അവകാശപ്പെടാനില്ല. നീലക്കുപ്പായമണിഞ്ഞ് MRF ബാറ്റുമായി എത്തുന്നവർ അന്നും ഇന്നും ആരാധകർക്ക് വിജയപ്രതീക്ഷ തന്നെയാണ്. ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ്. കോഹ്ലിയെ അളക്കാൻ 3 ഇന്നിംഗ്സിന്റെ ദൈർഘ്യം മതിയാവില്ല.